നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വീട്ടിൽ നിന്ന് അമ്മയാ, ഞാൻ ഈ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ മുത്തശ്ശി. ആയിക്കോട്ടെ. മോളെ, പെട്ടെന്നൊരു ചായയിട്. അമ്മയുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. അമ്മയുടെ സുഹൃത്തോ? അതാരാ? വളരെ അടുത്ത സുഹൃത്താ. ചായ നന്നായിരിക്കണേ. അമ്മയ്ക്ക് ഞാൻ ഇതുവരെ അറിയാത്തൊരു സുഹൃത്തോ? ആരായിരിക്കും അത്? അയാൾ എനിക്കൊന്ന് പരിചയപ്പെടണം. ചായ കടുപ്പത്തിൽ തന്നെ ആയിക്കോട്ടെ. ദേ അമ്മ ചായ. സോറി അമ്മേ, ഒരു അർജന്റ് കോളായിരുന്നു. മോൻ വാ. മോനെ ചായ. താങ്ക് യു. ചന്ദ്രികേ, നിന്റെ കൂട്ടുകാരൻ ഗുരുത്വമുള്ളവനാ. എന്റെ പാദമൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. മോനെ ആദ്യമായി ഇവിടെ വന്ന് ചായ കുടിച്ചതല്ലേ? ചായ എങ്ങനെയുണ്ടെന്ന് പറ. നന്നായിട്ടുണ്ട്. ഇതാണമ്മേ സാക്ഷാൽ ചായ. ഈ ചായ ഉണ്ടാക്കിയ ആളുടെ ഹസ്ബൻഡേ ഭാഗ്യം ചെയ്ത ആളാ. അതെന്താ? സൂപ്പർ ചായയല്ലേ, ഒരു പ്രത്യേക ടേസ്റ്റ്. ഈ ടേസ്റ്റിൽ എന്നും ചായ കുടിക്കാൻ കഴിയുന്നില്ലേ, അതുകൊണ്ടാ ഭാഗ്യവാനാണെന്ന് പറഞ്ഞത്. എന്നാലേ ഈ ചായ ഉണ്ടാക്കിയ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല മോനെ. അങ്ങനെയാണോ? എന്നാ ഈ പെണ്ണിന് കെട്ടാൻ പയ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാ. ആദ്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ വന്നത് ഒരു പുതിയ അനുഭവമായി. വളരെ സന്തോഷം. പ്രതീക്ഷിക്കാതെ ഈ വഴി വന്നതല്ലേ. കുറച്ച് തിരക്കുണ്ട്, എന്നാ ഇറങ്ങട്ടെ. ഓ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ. മുത്തശ്ശി, കാണാം. അമ്മയുടെ സുഹൃത്തെന്ന് പറഞ്ഞയാള് വളരെ ചെറുപ്പാണല്ലോ. ചെറുപ്പമാണ്, നല്ല സൽസ്വഭാവിയായ പയ്യൻ. അതെ, ഏതോ വലിയ തറവാട്ടി പറഞ്ഞ പയ്യനാ. നല്ല അടക്കോ ഒതുക്കോ ഉള്ളൊരു പയ്യൻ. ഇവിടെ വീട്ടുപണി ചെയ്യുന്ന വരുമാനം കൊണ്ടാ ജീവിച്ചു പോന്നത്. ഒരു കാരണവുമില്ലാതെ പറഞ്ഞു വിടുന്നത് സങ്കടമാ സാറേ.
ഇത്രയും വലിയൊരു ബംഗ്ലാവിലെ ക്ലീനിങ് ജോലികള് വൃത്തിയും വെടുപ്പുമായിട്ട് ചെയ്തോണ്ടിരുന്നെ. പിരിച്ചുവിടത്തക്ക ഒരു തെറ്റും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിങ്ങള് പറയുന്നൊക്കെ ശരിയാ. പക്ഷേ രാജീവൻ സാർ മരിച്ചുപോയില്ലേ? മാസം തോറും നിങ്ങൾക്ക് ശമ്പളം പോലും തരാൻ കഴിയാത്ത അവസ്ഥയിലാ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങള്. നിങ്ങളെയൊക്കെ പറഞ്ഞുവിടാൻ വിഷമമുണ്ട്. പക്ഷേ ഇതല്ലാതെ മറ്റൊരു മാർഗം കാണുന്നില്ല. ദിയമോളെ കണ്ട് യാത്ര ചോദിക്കണമെന്നുണ്ട്. വേണ്ട. യാത്ര പറച്ചിലും പൂങ്കണ്ണീരൊഴുക്കലൊന്നും വേണ്ട. കാൽ കാശ് പോലും കുറയ്ക്കാതെ ശമ്പളം എല്ലാം കിട്ടിയില്ലേ? വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇവരെയൊക്കെ പറഞ്ഞയച്ചാ ഇനി പുറംപണിയും മലക്കുജോലിയൊക്കെ ആര് ചെയ്യും? ഇനി വീട്ടുജോലികളൊക്കെ ദിയമോള് നോക്കിക്കോളും. ദിയമോള് നോക്കുന്നോ? അവള് കൊച്ചുകുട്ടിയല്ലേ? അമ്മയ്ക്കെന്താ വട്ടായോ? ശരീരം കൊണ്ടും പ്രായം കൊണ്ടും അവൾ കുട്ടി തന്നെ. പക്ഷേ മനസ്സുകൊണ്ട് മുതിർന്നു കഴിഞ്ഞു. അച്ഛൻ വേണം, മുത്തശ്ശി വേണം, വന്ദന എപ്പോഴും കൂടെ വേണമെന്നൊക്കെയുള്ള സ്വന്തം ആവശ്യങ്ങള് അവള് പരസ്യമായിട്ടല്ലേ വിളിച്ചു പറയുന്നേ. കുറച്ചുകൂടി മുതിർന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അവളുടെ ഡിമാൻഡുകളും മാറും. ഈ വീട് അവൾക്ക് സ്വന്തമാണ്, മറ്റാർക്കും ഒരു അവകാശവും ഇല്ലെന്ന ന്യായം പറഞ്ഞ് അവള് നമ്മളെ പുറത്താക്കിയാലോ? അതുകൊണ്ട് ഇപ്പോഴേ അവക്ക് ഈ വീട് അന്യമായിട്ട് തോന്നണം. ഇപ്പോഴേ അത്ര കടന്നൊന്നും ചിന്തിക്കരുത്. ചിന്തിക്കണം. മുളയിലെ നുള്ളണോന്ന് കേട്ടിട്ടില്ലേ? അവളെ നുള്ളിക്കളയണമെന്നൊന്നും എനിക്ക് ഉദ്ദേശമില്ല. പക്ഷേ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കണം. അതിനു വേണ്ടതൊക്കെ ചെയ്യും. മോളെ, ദിയമോളെ ഓർത്ത് മനസ്സ് വേദനിക്കാൻ അവള് നീ പ്രസവിച്ച മോളൊന്നുമല്ലല്ലോ. ഭാവിയിൽ നിനക്ക് മക്കളുണ്ടാകും. അന്ന് മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കാനുള്ള മുൻകരുതല സാഗർമുനി ചെയ്യുന്നത്. അത് നിന്റെ ഗുണത്തിനു വേണ്ടിയാണെന്ന് നീ മനസ്സിലാക്ക്. വെറുതെ മനസ്സിട്ടിളക്കാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.